ശ്രീ മഹാഭാരതത്തിലെ വനപർവത്തിൽ മാർക്കണ്ഡേയ മഹർഷി കാമിക വനത്തിൽ വെച്ച് യുധിഷ്ഠിര മഹാരാജാവിന് രാമചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. അതിൽ രണ്ട് വീഡിയോകളിലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ രാക്ഷസന്മാരുടെയും വാനരന്മാരുടെയും ശ്രീരാമന്റെയും ജനനം, രാമന്റെ വനവാസത്തിനുള്ള വരവ്, വനവാസം, സീതാപഹരണം, വാനരന്മാരുടെ സഹായത്തോട് കൂടിയിട്ട് രാമനും വാനര സൈന്യവും സേതുബന്ധനം ചെയ്ത് ലങ്കയിലെത്തി എന്ന കാര്യമാണ്. വിഭീഷണൻ കൂടി അദ്ദേഹത്തിനെ കൂടെ ചേർന്നു. അംഗദനെ ഒരു ദൂതനാക്കിയിട്ട് പറഞ്ഞയച്ചു. അംഗദൻ ബാലിയുടെ മകനാണ്. ബാലി രാവണന്റെ സുഹൃത്താണ്. അപ്പോൾ രാവണനേക്കാൾ ശക്തിയുള്ള രാവണനെ തോൽപ്പിച്ചവനായ ബാലിയെ ഒറ്റ അമ്പ് കൊണ്ട് കൊന്ന ആളാണ് രാമൻ എന്ന കാര്യം ആ ബാലിയുടെ മകനായ അംഗദനെ കൊണ്ട് തന്നെ രാവണനെ അറിയിക്കുക, അല്ലെങ്കിൽ രാവണന് ഒരു കൃത്യമായ ഒരു സന്ദേശം കൊടുക്കുക എന്ന ഉദ്ദേശം ഒരുപക്ഷെ രാമന് ഉണ്ടായിരിക്കണം. അംഗദൻ ചെന്ന് പറഞ്ഞു, അല്ലയോ രാവണ, നീ രാമന്റെ വാക്കുകൾ കേൾക്കുക. നീ രാവണ, രാജാവിൻ്റെ അനയം കൊണ്ട്, രാജാവിൻ്റെ അനീതി കാരണം അദ്ദേഹത്തിന് പ്രജകളും നാശമടയും എന്ന് സാധാരണ പറയാറുണ്ട്. നിന്റെ പ്രജകളും അതുകൊണ്ട് നിരപരാധികളാണെങ്കിലും നാശമടയാൻ പോകുന്നു നീ കാരണമായിട്ട്. നീ സീതയെ അപഹരിച്ചു എന്ന് മാത്രമല്ല, നീ ഋഷിമാരെ ഹിംസിച്ചു, കൊന്നുകളഞ്ഞു, ദേവന്മാരെ അവഹേളിച്ചു, രാജർഷിമാരെ നീ വധിച്ചു, കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ അവരുടെ സമ്മതമില്ലാതെ നീ ബലമായി പിടിച്ചു കൊണ്ടുവന്നു. അതിൻ്റെയൊക്കെ ഫലം നീ അനുഭവിക്കാൻ പോവുകയാണ് എന്ന് സന്ദേശം കൊടുത്തപ്പോൾ രാവണന്റെ നിർദ്ദേശപ്രകാരം അംഗദനെ പിടിക്കാൻ 4 രാക്ഷസന്മാർ ചേർന്ന് അദ്ദേഹത്തിന്റെ 2 കൈകളും 2 കാലിലും പിടികൂടിയ സമയത്ത് അംഗദൻ ആ രാക്ഷസന്മാരോടൊപ്പം അവരെയും പൊക്കിയെടുത്തുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി ലങ്കാ ഗോപുരത്തിന്റെ മുകളിലേക്ക് ചെല്ലുകയാണ്. അതിനിടയിൽ ഈ പിടിവിട്ടുകൊണ്ട് 4 രാക്ഷസന്മാരും താഴെ വീണ് തകർന്നു പോകുന്നു. അവിടുന്ന് ചാടി രാമന്റെ അടുത്തേക്ക് അംഗദൻ വരികയും ചെയ്തു. അതിനുശേഷം ഈ ദൂതിന് ശേഷമാണ് ഈ രാക്ഷസന്മാരും വാനരന്മാരും തമ്മിലുള്ള അതിഘോരമായ യുദ്ധം. ആ യുദ്ധത്തിൽ, അനേക ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ രാവണന്റെ അടുത്ത മന്ത്രിമാരായ പ്രഹസ്തനും ധൂമ്രാക്ഷനും കൊല്ലപ്പെട്ടു. അത് കേട്ട് ദുഃഖിതനായ രാവണൻ തൻ്റെ അനുജനായ കുംഭകർണനെ, എന്നും ഉറക്കമായ ആ കുംഭകർണനെ ബലമായി പിടിച്ചുണർത്തി യുദ്ധത്തിന് വേണ്ടി നിയോഗിച്ചു. കുംഭകർണൻ വീരോചിതമായ യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ കുംഭകർണനെയും വജ്രവേഗനെയും പ്രമാധിയെയും രാമാദികളെ കൊന്നു. പിന്നീട് ഇന്ദ്രജിത്ത് വന്നു. അദ്ദേഹം മായായുദ്ധം ചെയ്തു. ഇന്ദ്രജിത്തുമായിട്ടുള്ള ആ ഗംഭീരമായ യുദ്ധത്തിൽ, മായായുദ്ധത്തിൽ അമ്പുകൾ തറച്ചിട്ട് ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് രാമനും ലക്ഷ്മണനും മൂർച്ഛിച്ച് ബോധം കെട്ട് വീണുപോയി. അവരെ രക്ഷിക്കാൻ വേണ്ടി വാനരന്മാർ ചുറ്റും വേലി കെട്ടിയതുപോലെ നിന്നു എന്നാണ്. അവരെ രക്ഷിക്കാൻ വേണ്ടി, അവർക്ക് ജീവദാനം നൽകാൻ വേണ്ടിയിട്ട് സുഗ്രീവൻ വിശല്യം എന്ന ഔഷധം കൊണ്ടുവന്ന് ആ ശരീരത്തിൽ മുറിവിൽ പുരട്ടിയിട്ട് തറച്ച ആ അതിശക്തിയുള്ളതായ ബാണം പറിച്ചു കളഞ്ഞു. അതോടുകൂടി രാമലക്ഷ്മണന്മാർക്ക് ബോധം വന്നപ്പോൾ സുഗ്രീവൻ അവർക്ക് ദിവ്യമായൊരു ജലം കൊടുത്തു. അതുകൊണ്ട് പറഞ്ഞു, ഈ ജലം കൊണ്ടുവന്നത് സാക്ഷാൽ കുബേരന്റെ അനുചരനായ ഒരു ഗുഹ്യകനാണ്. ആ ഗുഹ്യകൻ ഈ ജലം തരുമ്പോൾ പറഞ്ഞു, ഈ ജലം കൊണ്ട് കണ്ണ് നനച്ചാൽ പിന്നീട് മായായുദ്ധത്തെ പേടിക്കേണ്ടതില്ല. അന്തർധാനം ചെയ്ത ജീവികളെ, സകല പ്രാണികളെയും സൂക്ഷ്മജീവികളെ പോലും കാണാൻ സാധിക്കുന്ന ദിവ്യത കണ്ണ് കൈവരും എന്നാണ്. അതുകൊണ്ട് ഈ വെള്ളം നിങ്ങൾ രണ്ടുപേരും കണ്ണിൽ തളിച്ച ശേഷം മറ്റുള്ളവർക്കും ഇത് തെളിക്കാൻ കൊടുക്കൂ എന്ന് പറഞ്ഞു. രാമലക്ഷ്മണന്മാർ ആ ജലം ജലം കൊണ്ട് കണ്ണ് നനച്ചു. ദിവ്യജലമായിരുന്നു. അവർക്ക് എല്ലാം കാണാൻ സാധിച്ചു. ദിവ്യമായ ചക്ഷുസ്, അതീന്ദ്രിയമായ ദർശനം കിട്ടിയെന്നാണ്. ആ ജലം മറ്റ് ആളുകൾ, ഹനുമാൻ, സുഗ്രീവൻ, ജാമ്പവൻ, മൈന്ദൻ, ദ്വിവിധൻ, നളൻ, നീലൻ, അംഗദൻ മുതലായിട്ട് എല്ലാ വാനരന്മാരും ബാക്കിയുള്ള ജലം അവരുടെ കണ്ണിന് നനച്ച സമയത്ത് എല്ലാവർക്കും തന്നെ അതീന്ദ്രിയ ദർശനം കിട്ടി. ഈ മായായുദ്ധത്തെ പിന്നെ ഭയക്കേണ്ടതില്ല എന്ന് വന്നു. അപ്പോഴേക്കും ഇന്ദ്രജിത്ത് വീണ്ടും യുദ്ധത്തിന് വന്നു. ഘോരമായ യുദ്ധം ചെയ്തു. ലക്ഷ്മണനും ഇന്ദ്രജിത്തും തമ്മിലുള്ള യുദ്ധത്തിൽ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ കൊല്ലുകയും ചെയ്തു. പിന്നീട് രാവണൻ തന്നെ യുദ്ധത്തിന് വന്നു. രാമരാവണ യുദ്ധം പ്രസിദ്ധമായ അതുല്യമായിട്ടുള്ള യുദ്ധമാണ്. പക്ഷെ ആ യുദ്ധത്തിൽ രാവണൻ ഘോരമായ മായാപ്രയോഗം ചെയ്തു. എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും 100 കണക്കിന് 1000കണക്കിന് വേറെയും രാവണന്മാർ ഉൽപ്പന്നരായി വന്നു എന്നാണ്. അവരൊക്കെ തന്നെ ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിച്ച് രാമനെ കൊല്ലേണ്ടി വന്നു. അത് വലിയ സാഹസമാണ്, വലിയ ഒരു അധിക പരിശ്രമം ചെയ്യേണ്ടി വരുന്നു രാവണനെ കൊല്ലാൻ എന്നർത്ഥം.
വീണ്ടും മായ പ്രയോഗിച്ചു. അടുത്ത മായ പ്രയോഗം എന്തായിരുന്നു? അനേകായിരം രാമന്മാരും ലക്ഷ്മണന്മാരുമായിട്ട് രാവണൻ ഇങ്ങനെ വരികയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും അനേകായിരം രാമന്മാരും സ്വന്തം രൂപം, അവനവൻ്റെ രൂപമാണ് ശത്രുപക്ഷത്ത് കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലക്ഷ്മണന്റെ ശരീരത്തിലേക്ക് അമ്പ ചെയ്യാൻ സാധിക്കില്ല രാമന്, രാമന്റെ ശരീരത്തിലേക്ക് അമ്പ ചെയ്യാൻ ലക്ഷ്മണന് സാധിക്കില്ല. ഈ രീതിയിലുള്ള ഒരു ഭ്രാന്തി ഉണ്ടാക്കുകയാണ്. ലക്ഷ്മണൻ പറഞ്ഞു, അങ്ങ് എല്ലാ മുന്നിൽ കാണുന്ന സകല രൂപങ്ങളെ അങ്ങ് കൊന്നു കളഞ്ഞോളൂ, അവനെ ഭയക്കരുത്, ഇത് മായയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ വിഷമിച്ച് ആ മായാ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്ന സമയത്ത് ഇന്ദ്രന്റെ സാരഥിയായ മാതലി ദിവ്യ രഥവുമായിട്ട് വന്നു. ആ മാതലി വന്ന് രാജാവെ അങ്ങ് രാമ അങ്ങ് തേരിൽ കയറൂ എന്ന് പറഞ്ഞപ്പോൾ ഈ മാതലിയും ഇന്ദ്രന്റെ തേര് പോലും രാവണന്റെ മായയാണ് എന്ന് രാമന് സംശയിച്ചു. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു, രാവണന് ഇങ്ങനെയൊരു മായ ഉള്ളതായിട്ട് അറിയില്ല, അതുകൊണ്ട് ഈ രഥത്തിൽ കയറിക്കൊള്ളൂ, ഇത് മാതലി തന്നെയാണ്, ഇന്ദ്രന്റെ തേര് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ രാമൻ മാതലിയുടെ തേരിൽ, ആ ബൃഹത്തായ തേരിൽ കയറിയപ്പോൾ സകല ജീവജാലങ്ങളും പ്രാണികളും ഹാഹാകാരം ചെയ്തു, സിംഹനാദം മുഴക്കി. ലോകത്തുള്ള സകല പ്രാണികളും മനുഷ്യരടക്കമുള്ള സകല ജീവജാലങ്ങൾക്കും എന്തെന്നില്ലാത്ത ഹർഷം, ആനന്ദം ഉണ്ടായി എന്നാണ്. രാവണൻ തുടർന്നും മായായുദ്ധം ചെയ്തു. ആ മായായുദ്ധത്തിൽ പേടിച്ച് വാനരന്മാരൊക്കെ നാലുപാടും ചിതറി ഓടി. രാവണനെ കൊല്ലാൻ ബ്രഹ്മാസ്ത്രം മാത്രമേ വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിയ രാമൻ തൻ്റെ വില്ലിൽ ബ്രഹ്മാസ്ത്രം തൊടുത്തു. ഘോരമായ ബ്രഹ്മാസ്ത്രം തൊടുത്ത് ആകർണാന്തം വലിച്ച് ആ അമ്പ് രാവണന്റെ ശരീരത്തിൽ ചെന്ന് കൊള്ളേണ്ട മാത്ര രാവണനും രാവണന്റെ തേരും കുതിരകളും രഥങ്ങളും ഒക്കെ തന്നെ ആ ബ്രഹ്മാസ്ത്രത്തിന്റെ അഗ്നിയിൽ ദഗ്ധമായി പോയി, ചുട്ട് ചാമ്പലായി പോയി എന്ന എല്ലാം അവിടെ ഭസ്മീഭൂതമായി തീരുകയാണ്. ഒന്നും അവിടെ ബാക്കിയില്ല. ആ രാവണൻ സർവലോക ഭ്രഷ്ടനായി മാറുകയും ചെയ്തു. ഒരു ലോകവും അവന് കിട്ടിയില്ല, പുണ്യലോകങ്ങളൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രാവണനെ കൊന്നിട്ട് വിഭീഷണന്റെ ആ അനുവാദത്തോട് വിഭീഷണനെ അവിടെ രാജാവാക്കി വാഴിച്ചു. വിഭീഷണൻ രാമന് വേണ്ടി സീതയെ രാമന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നു. ദുഃഖിതയായ സീതയെ കണ്ട സമയത്ത് രാമന്റെ ഉള്ളിൽ സംശയത്തിൻ്റെ ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളിൽ ഉയർന്നു വന്നു. രാമൻ പറഞ്ഞു, അല്ലയോ സീതയെ, നീ മുക്തയായിരിക്കുന്നു, നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. ലങ്കയിൽ നിന്ന് മാത്രമല്ല, എനിക്ക് നീ എവിടെയും യഥേഷ്ടം പോകാം, ആ രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്നെ ഞാൻ മോചിപ്പിക്കാൻ കാരണം നിന്നെ വീണ്ടെടുത്ത് എൻ്റെ പത്നിയാക്കിയിരിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നീ വാർദ്ധക്യം വരെ ഈ രാവണന്റെ ലങ്കയിൽ കഴിഞ്ഞ് നരകിച്ച് ജീവിക്കേണ്ടതില്ല. അതിൽ നിന്ന് നീ എന്നെ ഒഴിവാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ മോചിപ്പിച്ചത്. ജരാം വ്രജേഥ ഇതിമേ നിഹതോസോ നിശാചര. നിന്നെ വാർദ്ധക്യത്തോളം ഇങ്ങനെ അടിമയാക്കിയിട്ട് ഇവിടെ കിടത്തേണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഈ രാക്ഷസനെ കൊന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. പരഹസ്തഗതയായ അന്യന്റെ കയ്യിൽ പെട്ടുപോയ ഒരു സ്ത്രീയെ മാന്യന്മാരായിട്ടുള്ള ആളുകൾ ആരും പിന്നീട് സ്വീകരിക്കുകയില്ല, നിന്നെ ഞാൻ എങ്ങനെ സ്വീകരിക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ സീതാദേവി അവിടെ മൂർച്ഛിച്ച് ബോധം കെട്ട് താഴെ വീണു. അത് കെട്ട് സകല വാനരന്മാരും രാക്ഷസന്മാരും ദുഃഖം കൊണ്ടും ഞെട്ടൽ കൊണ്ടും നിശ്ചേഷ്ടരായിട്ട് നിന്നുപോയി. സീത ബോധരഹിതയായിട്ട് വീഴുകയും ചെയ്തു. ആ സമയത്ത് ആകാശ മാർഗത്തിൽ നിന്നും ബ്രഹ്മാവും മറ്റ് ദേവന്മാരും എല്ലാവരും ദശരഥനടക്കം അവിടെ വന്നു ചേർന്നു. സീതയുടെ അഗ്നിപ്രവേശനമൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. ആ ദേവന്മാർ ഓരോ ദേവനും രാമനോട് പറഞ്ഞു, ഹേ രാമ, നീ സീതയെ സ്വീകരിക്കൂ, സീത നിരപരാധിയാണ്, അവളുടെ ചാരിത്രഭംഗം വന്നിട്ടില്ല, അവൾ ദോഷരഹിതയാണ് എന്ന് പറഞ്ഞു. ദശരഥ മഹാരാജാവും പറഞ്ഞു, സീതയെ നീ സ്വീകരിക്കൂ മോനെ, നീ അയോധ്യയിൽ ചെന്ന് രാജ്യം ഭരിക്കൂ, എൻ്റെ ആജ്ഞയാണ്, എൻ്റെ നിർദ്ദേശമാണെന്ന് പറഞ്ഞു. അങ്ങനെ ദശരഥൻ്റെയും വാക്കുകൾ കേട്ട് സീതയെ സ്വീകരിച്ച് രാമൻ ലക്ഷ്മണ സമേതനായിട്ട് പുഷ്പക വിമാനത്തിൽ കയറി വാനരന്മാരോടൊപ്പം അയോധ്യയിലേക്ക് തിരിച്ചു വന്നു. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ രാജ്യാഭിഷേകം, അങ്ങനെ അദ്ദേഹം രാജ്യം ഭരിച്ചു എന്നാണ്, സുഖമായി രാജ്യം ഭരിച്ചു എന്നാണ് ഇവിടെ മാർക്കണ്ഡേയ മഹർഷി ആ കഥ പറഞ്ഞ് നിർത്തുന്നത്. ശ്രീരാമൻ്റെ ഈ കഥ, ശ്രീരാമന് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടു. സ്വന്തം പത്നിയെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു, രാവണനാൽ അപഹരിക്കപ്പെട്ടു, അപമാനങ്ങൾ സഹിച്ചു, ക്ലേശങ്ങൾ സഹിച്ചു. രാജകുമാരനായിരുന്നു, രാജ്യത്തിന് അധികാരമുണ്ടായിരുന്നു, എന്നിട്ടും 14 വർഷം മാറി നിൽക്കേണ്ടി വന്നു. യുധിഷ്ഠിര മഹാരാജാവിന് 13 വർഷമേ ഇങ്ങനെ പ്രവാസം ചെയ്യേണ്ടി വന്നുള്ളൂ. രാമന് 14 വർഷം പ്രവാസം ചെയ്യേണ്ടി വന്നു. രാമൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു, രാമൻ്റെ കൂടെ ലക്ഷ്മണനും സീതയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ യുധിഷ്ഠിരൻ്റെ കൂടെ തൻ്റെ 4 സഹോദരന്മാരും പാഞ്ചാലിയും കൂടാതെ 100 കണക്കിന് ബ്രാഹ്മണരും മഹർഷിമാരും കൂടെയുണ്ട്. അവർക്ക് ഉപയോഗിക്കാൻ രഥമുണ്ടായിരുന്നു. ഒരു കാട്ടിൽ നിന്ന് മറ്റൊരു കാട്ടിലേക്ക് അവർ രഥങ്ങളിലാണ് സഞ്ചരിച്ചത്. കുതിരകളുണ്ടായിരുന്നു,
സാരഥി ഉണ്ടായിരുന്നു, ആയുധങ്ങൾ കയ്യിലുണ്ടായിരുന്നു. വാസ്തവത്തിൽ പാണ്ഡവന്മാരുടെ ദുഃഖവും ശ്രീരാമൻ്റെ ദുഃഖവും നമ്മളൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ ശ്രീരാമൻ്റെ ദുഃഖം എത്രയോ മടങ്ങായിരുന്നു. രാവണൻ സീതയെ കട്ടുകൊണ്ടുപോയപ്പോൾ ഏത് രാക്ഷസാണ്, ആരാണ് കൊണ്ടുപോയതെന്നോ ഏത് ദിക്കേക്കാണോ കൊണ്ടുപോയത് എന്ന് പോലും അറിയില്ലായിരുന്നു. അതൊക്കെ പല രീതിയിൽ പലരുടെ സഹായം കൊണ്ട് ഓരോ വ്യക്തികൾ, ചെറിയ കബന്ധനായാലും സുഗ്രീവനായാലും അങ്ങനെയുള്ള ശബരി പോലെയുള്ള ആളുകളൊക്കെ സഹായിച്ചിട്ട് വേണ്ടി വന്നു. അങ്ങനെ ഒരു വലിയ കടുത്ത ദുഃഖമാണ് രാമൻ അനുഭവിച്ചത് എന്നാണ് ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു താരതമ്യം ചെയ്യുന്നതിലൂടെ യുധിഷ്ഠിര മഹാരാജാവിനും അല്പം ഒരു ആശ്വാസം വന്ന് കാണും എന്നാണ്. അതാണ് മാർക്കണ്ഡേയ മഹർഷി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച ടെക്നിക്ക്, തന്ത്രം എന്ന് പറയുന്നത്.